പിണറായി വിജയനും എം.വി. ഗോവിന്ദനും പാർട്ടിയൊന്നും കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ പരിഹസിക്കരുത്. അത്രക്കും മണ്ടന്മാരാണോ കേരളത്തിലെ ജനങ്ങൾ? എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രക്കും ബുദ്ധിയില്ലാത്ത പമ്പര വിഡ്ഢികളാണോ കേരളത്തിലെ ജനങ്ങൾ? അതാണ് ഇവർ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രബുദ്ധ കേരളമല്ല, ഇത് വിഡ്ഢികളുടെ കേരളമാണ്. അതാണ് പാർട്ടി CPM കഴിഞ്ഞ ദിവസം നടത്തിയ നാടകത്തിലൂടെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ വിശ്വസിക്കണം എന്നാണോ ഇവർ പറയുന്നത്? അതിനകത്ത് സംശയമുണ്ടോ? വിഡ്ഢികളുടെ കേരളമാണെന്നുള്ളതിന് സംശയമില്ല. കാരണം 2016 ആദ്യം ജനങ്ങളൊരു വിഡ്ഢിത്തം കാണിച്ചു, തൽക്കാലത്തേക്കൊന്ന് ജയിച്ചു. അപ്പോഴാണ് കോവിഡ് വരുന്നത്. അതൊരു ഭാഗ്യമായി. കോവിഡ് കൊണ്ട് എല്ലാവരുടെയും കണ്ണുമൂടി. ഇവർ ചെയ്യുന്ന എല്ലാ പോക്കുവരത്തരങ്ങളും, പുറത്തേക്ക് ഇറങ്ങരുത്, കാണരുത്, നോക്കരുത്, വർത്തമാനം പറയരുത്, ബസ്സേ കയറരുത്, കാറേ കയറരുത്, ചായക്കടയിൽ പോരുത്, ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളുമായിട്ടുള്ള പരസ്പര ബന്ധം അങ്ങോട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. ഇവർ TV കൂടെ 6 മണിക്ക് ശൈലജ ടീച്ചർ ആദ്യം പറയുമായിരുന്നു, പിന്നെ ആ മൈക്ക് മേടിച്ച് പിണറായി വിജയൻ പറയാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു ജനത ഇവിടെ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ തന്നെ കുറേശ്ശെ മന്ദബുദ്ധിയായിട്ട് വരികയാണ്. വീണ്ടും രണ്ടാമത് എന്ത് ചെയ്യുന്നു? 2021 വീണ്ടും ഒരു കുത്തൂടെ കുത്തി. അപ്പോൾ പിണറായി വിജയൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇവരെ എന്ത് ചെയ്താലും, പട്ടിയെ തല്ലുന്ന പോലെ കേരളത്തിലെ ജനങ്ങളെ തല്ലിയാലും ഇടയ്ക്കിത്തിരി 1/2 കിലോ പഞ്ചാര, 1/2 കിലോ ചെറുപയർ കിറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുമെന്ന് തന്നെ പിണറായി ജനങ്ങളെപ്പറ്റി അങ്ങനെ വിചാരിച്ചു. അതിൻ്റെ ലക്ഷണങ്ങളുണ്ട്. ഇപ്പോൾ അധ്യാപകർക്ക്, സാറന്മാർക്ക്, ജീവനക്കാർക്ക് പെൻഷനും DA കൊടുത്തിട്ട് നാളെ എത്രയും വല്ല സമരമുണ്ടോ? എന്തെങ്കിലും സമരമുണ്ടോ? കറണ്ട് ചാർജ് എത്ര പ്രാവശ്യം കൂട്ടി? എന്തെങ്കിലും സമരമുണ്ടോ? കോളേജുകളിൽ എത്ര പ്രാവശ്യം പരീക്ഷ അടക്കാതിരുന്നു? എന്തെങ്കിലും ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയും മണ്ടന്മാരായ ജനങ്ങൾ ഗവൺമെൻറ് എന്ത് ചെയ്താലും സഹിക്കും എന്ന് പൂർണ്ണമായ വിലയിരുത്തലിലെത്തി. സഹിക്കണമെങ്കിൽ ആ ജനത കഴുതകളെ കൊണ്ട് നിറഞ്ഞ കഴുതയുടെ പിൻഗാമികളായ ഒരു ജനതയാണ് പിണറായി വിജയന് കിട്ടിയത്. അത് സത്യം പറഞ്ഞ് നേരെ മറിച്ചാൽ പറയാറ് നമ്മൾ, എവരി പീപ്പിൾ ഗെറ്റ് എ ഗവൺമെൻറ് ദേ ഡിസേർവ്. നമ്മൾ അങ്ങനെയാണ്. 2022 കോട്ടയം ഗവൺമെൻറ് കോളേജ്, അവിടെയുള്ള മുൻ പ്രിൻസിപ്പളായിരുന്ന V. കണ്ണനെ 6 മണിക്കൂറാണ് പൂട്ടിയിട്ടത്. ആര്? SFI. അങ്ങനെ മഹാരാജാസ് കോളേജില്, എത്ര കോളേജില് അവിടെയുള്ള ഗുരുക്കന്മാർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, അതും ഏറ്റവും അക്രമാസക്തമായിട്ടുള്ള പ്രതിഷേധ സ്വഭാവങ്ങൾ ഇവർ കാണിച്ചിട്ടുണ്ട്. ഇവരാണ് ഇപ്പൊ പറയുന്നത് KSU ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ധാർമ്മികപരമായിട്ട് ഇവർക്ക് എന്ത് ഉത്തരവാദിത്തമാണ് ഇതൊക്കെ പറയാനുള്ളത്? എത്രയെത്ര ഉദാഹരണങ്ങൾ. കാര്യവട്ടം കോളേജില്, മഹാരാജാസ് കോളേജില് വിക്ടോറിയ കോളേജ് VS ജോയിയെ പൂട്ടിയിട്ടിട്ടില്ലേ? അപ്പൊ ഇതൊക്കെ വളരെ എന്താ പറയാ, ഹീനമായിട്ടുള്ള, ഇപ്പം കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത്, ഹീനമായിട്ടുള്ള KSUയുടെ പ്രതിഷേധ രീതി എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഈ ഹീനമായിട്ടുള്ള പ്രതിഷേധ രീതികളെ, അക്രമാസക്തമായിട്ടുള്ള സമര സ്വഭാവങ്ങളെ കേരളത്തിന്റെ പൊതു മനസ്സിന് പരിചയപ്പെടുത്തി കൊടുത്തത് ആരാണ്? വീണ ജോർജിൻ്റെ ആരോഗ്യമന്ത്രിയുടെ വീടിന് മുമ്പിൽ അല്ലെ ഓഫീസിന് മുമ്പിൽ റീത്ത് വയ്ക്കുമ്പോൾ അത് ഹീനമായ പ്രവൃത്തി. മറിച്ച് അവിടെ കുഞ്ഞുകൃഷ്ണ കൈമളുടെ അടുത്ത CPM കാലം മാറി ഉണ്ടല്ലോ, കുഞ്ഞുകൃഷ്ണൻ്റെ സഖാവ് കുഞ്ഞുകൃഷ്ണൻ്റെ വീടിന് മുമ്പിൽ, അല്ലെങ്കിൽ പുസ്തകം മേടിച്ച ആളിൻ്റെ മുമ്പിൽ, MN വിജയൻ മാസ്റ്ററുടെ മകൻ വീടിന് മുമ്പിൽ ഇത് വയ്ക്കുന്ന എന്ത് പറയും, റീത്ത് വെച്ചു. അത് സെറ്റാകും. വല്ലതും മിണ്ടുന്നുണ്ടോ? ഇവർക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു സ്ഥലത്ത് റീത്ത് വെച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ട് ഇപ്പുറത്ത് എൻ്റെ മുമ്പിൽ മാത്രം റീത്ത് വയ്ക്ക് പാടില്ലാതെ അധാർമിക സമരമാണെന്ന് പറയുന്ന വീണ ജോർജ്, അതിനെ പിന്താങ്ങുന്ന CPM, അതിനെ പിന്താങ്ങുന്ന SFI, ഈ സംഘടനകളാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ല, ഞാൻ ഒന്നും കൂടി കൃത്യമായിട്ട് ചോദിക്കുകയാണ്. ഹീനമായിട്ടുള്ള പ്രതിഷേധ സ്വഭാവങ്ങൾ, സമരമാർഗങ്ങൾ കേരളത്തിലെ പൊതു മനസ്സിന് പരിചയപ്പെടുത്തി കൊടുത്തത് ആരാണ്? അതേ ആൾക്കാർ, അതിന്റെ മുൻപന്തിയിൽ നിന്ന ആള് പറയുന്നു, ഒരു കരിങ്കൊടി കാണിച്ചിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഷേധത്തെ ഹീനമായിട്ടുള്ള പ്രതിഷേധമാണ്, ഹീനമായിട്ടുള്ള രാഷ്ട്രീയമാണെന്ന്. ആരാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഹീനമായിട്ടുള്ള രാഷ്ട്രീയം പരിചയപ്പെടുത്തി കൊടുത്തത്? ഹീനമായ രാഷ്ട്രീയം പരിചയപ്പെടുത്തി കൊടുത്തു എന്ന് മാത്രമല്ല, അതിൻ്റെ എല്ലാ വർഷവും ഇത് ഇങ്ങനെ വളർത്തി കൊണ്ടുവരികയാണ്. ചെടിയായിട്ടല്ല നിൽക്കുന്നത്. ഇപ്പോൾ വളർന്ന് പന്തലിച്ചു. എന്ത് പ്രവൃത്തി SFIയോ CITയോ DYFO ചെയ്താൽ അത് ഹീനമല്ല, അത് ഹീനമല്ലാതാക്കി. കാര്യങ്ങൾ പറയാം. 2013 ഒക്ടോബർ 27 കണ്ണൂരിൽ
മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിക്ക് എന്താ സംഭവിച്ചത്? ആ ചിത്രം കാണാം. അദ്ദേഹത്തിന്റെ നെറ്റി പൊട്ടി, കല്ലേറ് കൊണ്ടിട്ട് അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ ചില്ല് പൊട്ടി, അതിലൂടെ നെറ്റിയിലേക്ക് ഈ കല്ല് പ്രവേശിച്ച് അവിടെ മുറിവേറ്റു. ആരാ ചെയ്തത്? CPM പ്രവർത്തകർ അറസ്റ്റിലായി. അല്ല, എന്നിട്ട് ഉമ്മൻചാണ്ടി എന്താ ചെയ്ത്? കേസ് കൊടുത്തോ? അല്ല, ഉമ്മൻചാണ്ടി പറഞ്ഞ അവർ പിള്ളേരാണ്, അവരെ ആ കേസ് പ്രസ് ചെയ്യുക വെറുതെ വിട്ടേക്കാനാണ്, ശിക്ഷിക്കേണ്ടതാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. ഇവർ പറയുന്നതോ, വീണ ജോർജ് പറയുന്നതോ തൂക്കിക്കൊല്ലാനുള്ള വകുപ്പ് ഉണ്ടായിരുന്ന ഉറപ്പായിട്ടും വരും. കാരണം ചാർജ് ചെയ്തിരിക്കുന്ന വധശ്രമമാണ്. അതിൻ്റെ അർത്ഥം എന്താ? വധശ്രമമാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. വധശ്രമം ചാർജ് ചെയ്ത അർത്ഥം എന്താ? ഇവർ കൊല്ലപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നു. ഇനി ആരാ കൊല്ലാൻ ശ്രമിച്ചത് യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കണം. ഈ കേസുകാർ പിള്ളേരാണോ, കൂടെ ഉണ്ടായിരുന്ന വല്ലവരുമാണോ, അവരുടെ പോലീസുകാരാണോ, ആരുമാകാതെ രക്തസാക്ഷിയെ കിട്ടാതിരിക്കുക. അല്ല, വീണ ജോർജ് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും അധികാരത്തിൽ വരാൻ പറ്റുമോ? ആ ഒരു പൊതുവികാരം ഉണ്ടാക്കാൻ പറ്റില്ലേ? ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പല രംഗത്ത് ഇവർ രക്തസാക്ഷി ഉണ്ടാക്കാൻ നോക്കി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായിട്ട് 6 ലക്ഷക്കെതിരായിട്ട് സമരം ചെയ്ത് പോലീസുമായിട്ടുള്ള നേരിട്ടുള്ള സംഘടനത്തിൽ ഇവർ ചെയ്യുന്നു. അപ്പോൾ ഒന്ന് വെടിവെച്ച് കിട്ടിയിരുന്ന ഒരു പോലീസ് ഇന്ന് വെടിവെക്കുമെങ്കിൽ, ഗവർണറല്ലേ വെടിവെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഒരു രക്തസാക്ഷിയെ കിട്ടിയേനെ. അതിൽ നിരാശയിലിരിക്കുക. അന്ന് രക്തസാക്ഷി കിട്ടാത്തതിലുള്ള നിരാശയിലിരിക്കുമ്പോഴാണ് വീണ ജോർജ് കണ്ണൂർ പോകുന്നത്. വീണ ജോർജിൻ്റെ കണ്ണൂർ പോകുമ്പോൾ നിങ്ങളെ ചിത്രം ശ്രദ്ധിക്കുക. എത്ര ആവേശത്തോടെ നടന്നു വരുന്ന വീണ ജോർജ്. ഇത് പ്രശ്നം ഉണ്ടായിട്ട് പോരിന് വാടാന്ന് ദാരിക വീരാന്ന് വെല്ലുവിളിക്കുന്ന വീണ ജോർജ്, ഒരു ദാരികൻ്റെ കൊല്ലാൻ വന്ന ദുർഗയുടെ രൂപത്തിൽ വെല്ലുവിളിക്കുന്ന വീണ ജോർജ്, ഷംസീർ ഒരു ഫോൺ എടുത്ത് കണക്ട് ചെയ്ത് പിണറായി വിജയനായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ കയ്യ മുറിവായി, നടുവിന് വേദനയായി, പടലിക്ക് വേദനയായി, എല്ലാ അസുഖങ്ങളുമായി. പൊളിറ്റിക്കൽ തിയേറ്റർ എന്ന് പറയുന്നത് എല്ലാവരും കാണിക്കുന്ന, അതെ, എല്ലാവരും കാണിക്കുന്ന കാര്യമാണ്. പക്ഷെ കുറച്ചും കൂടി പാർട്ടിയോടും CPM-നോടും പറയാനുള്ളത് കുറച്ചും കൂടി നിലവാരമുള്ള പൊളിറ്റിക്കൽ തിയേറ്റർ പ്രയോഗിക്കണമെന്നാണ്. കാരണം ഇത് കേരളത്തിലെ ജനങ്ങളെ പരിഹാസമാക്കുന്ന പരിപാടിയായി പോയി. കാരണം ഇന്നലെ തന്നെ ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ എൻട്രിയിലാണ് ഇവർ വന്നിട്ട് 4 പേര് വന്നിട്ട് ഒരു സാധാരണ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടത്തുന്നത്, രാജിവെക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള കരിങ്കൊടി പ്രതിഷേധം. തിരിച്ച് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന രീതിയിലാണ് മന്ത്രി പ്രതികരിച്ചത്. ആ പ്രതികരണത്തിൽ വേറൊരു പ്രശ്നമുണ്ട്. ഇവര് ഭീരുക്കളാണോ, എനിക്ക് നടന്നു പോകണ്ടേ തുടങ്ങിയ രീതിയിൽ ഇവരെ അറസ്റ്റ് ചെയ്തപ്പം പോലീസിന് നേരെ മന്ത്രി തട്ടിക്കയറുന്നു വീണ ജോർജ്. എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്? അല്ല, ഇവര് എന്നിട്ട് ഇവര് പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയപ്പോൾ ആ വിഷ്വൽസ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണല്ലോ. ഇവര് തിരിഞ്ഞു നിന്ന് ചിരിക്കുന്ന, വളരെ സന്തോഷവതിയായിട്ട്, എനിക്കെതിരെ പ്രതിഷേധം നടത്തിയല്ലോ എന്ന രീതിയിൽ സന്തോഷവതിയായിട്ട് പുഞ്ചിരിക്കുന്ന വീണ ജോർജിനെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പെട്ടെന്ന് അല്ലല്ല, മുഖ്യമന്ത്രി ഷംസീർ മുഖ്യമന്ത്രിയായിട്ട് വിളിച്ചപ്പോൾ തൊട്ടാണ് വീണ ജോർജ് ICUവിലേക്ക് പോയത്. അസുഖം കൂടുന്ന. അല്ല, ഇവർക്ക് എന്തിനാണ് എന്റെ ബലമായ സംശയം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇവർ ICU കിടത്തുന്നത്? എനിക്ക് ഇവർക്ക് എന്തെങ്കിലും പറ്റുമോ? എനിക്ക് അതാണ് പേടി. എന്തെങ്കിലും ജീവഹാനി എന്തെങ്കിലും സംഭവിക്കും? എന്തിനാണ് ഇവർ ICU കിടത്തുന്നത്? ICU കിടത്താൻ മാത്രം എന്താണ് ഇവർക്ക് പറ്റിയത്? ഞാൻ ഒരു ഇരയാണ്. യഥാർത്ഥത്തിൽ എന്റെ കാലിന് ഒരു വളരെ ഗുരുതരമായിട്ടുള്ള പരിക്ക് സംഭവിച്ചപ്പോൾ ഞാൻ അതിഭയങ്കരമായിട്ടുള്ള ഒരു തൃശ്ശൂർ വെച്ച് രാത്രി ഞാൻ ഉടനെ പോകുന്നത് അടുത്തുള്ളൊരു സ്വകാര്യ ആശുപത്രിയിലാണ്. അവിടെ കാണിച്ചപ്പോൾ അവർ പറയുന്നത് ഇത് ഫ്രാക്ചേർഡ് ആയിട്ടുണ്ട് കാല്. ഈ കാല് നിങ്ങൾ, അതെ, മുറിവ് സംഭവിച്ചിട്ടുണ്ട്, രക്തം വാർന്നൊഴുകുകയാണ്, മുറിവ് സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ ഉടനടി ഇത് തുന്നിക്കെട്ടും മറ്റു കാര്യങ്ങളൊക്കെ വേണം, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പറഞ്ഞു. എന്നെ മെഡിക്കൽ കോളേജിലേക്ക്, എൻ്റെ കൂടെ ഒരു സുഹൃത്ത് കൂടി ഉണ്ടായിരുന്നു, മെഡിക്കൽ കോളേജിലേക്ക് പോയി. അത് ഏതാണ്ട് ഒരു 5 മണിയായിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷമാണ്, വെളുപ്പിന് 5 മണി. അതെ, വെളുപ്പിന് 5 മണിയായിട്ടുണ്ടാവും. അപ്പം സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് സാധാരണ രീതിയിലുള്ള ഈ തുന്നിക്കെട്ടൊക്കെ നടത്തിയിട്ടാണ് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അതെ, അവിടെ 5 മണി തൊട്ടിട്ട് സ്ട്രക്ചറിൽ 5 മണി തൊട്ടിട്ട് ഉച്ചയ്ക്ക് 12 മണി വരെയാണ് ഒരു ഡോക്ടർ പോലും വരാതെ, റൂം തരാൻ പറ്റില്ല, കാരണം തിരക്കാണ്. ഒരു വരാന്തയിൽ അവിടെ കിടത്തിയത്. എന്നിട്ട് അവര് തിരിച്ച് ഉള്ളിലേക്ക് കൊണ്ടുവന്നത് പരിശോധിക്കാനായിട്ട് വരുന്നത് 12 മണിക്കാണ്. എന്നെ ICU കിടത്തിയിട്ടില്ല, ഞാനൊരു സാധാരണക്കാരനായിട്ടുള്ള ആളാണ്. അതേപോലെ നിരവധിയായിട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പറയാനുണ്ടാവും. ഞാൻ പറഞ്ഞത് രക്തം വാർന്നൊഴുകുകയാണ്, ICU കിടത്തിയിട്ടില്ല, സാധാരണക്കാരനാണ്, സ്വന്തം അനുഭവം. അപ്പം ഇന്നലെ നമ്മൾ കണ്ട കാഴ്ച എന്താണ്? സ്വന്തം അനുഭവമാണ് പറയുന്നത്. ഇന്നലെ നമ്മൾ കണ്ട കാഴ്ച എന്താണ്? ഒരു പ്രശ്നമില്ലാതെ പുഞ്ചിരിച്ചു നിൽക്കുന്ന വീണ ജോർജിനെ എന്തിനാണ് ICU കിടത്തിയത്? അത് ആലോചിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട വധശ്രമം ചാർജ് ചെയ്തിരിക്കുന്നു. അത് പ്രൂവ് ചെയ്യണം. വധശ്രമം പ്രൂവ് ചെയ്യാന്ന് അർത്ഥം എന്നാന്ന് പറഞ്ഞാൽ പോലീസിന് ഇൻഫർമേഷൻ ഉണ്ട്, അല്ല അറിയാം ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു. എൻ്റെ കണക്കുള്ള അങ്ങനെയാണ്. ഞാൻ അതിൻ്റെ കൂടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുണ്ട്, അവരതിന് മുമ്പ് പല പ്രാവശ്യം ഫോൺ ചെയ്യുന്ന കാണിക്കുന്നുണ്ട് ഇങ്ങനെ. പിന്നെ ഇവരെ പുറകോട്ട്
പിടിച്ചിങ്ങോട്ട് വീണാ ജോർജിനെ പിടിച്ചു മാറ്റുന്ന മട്ടിൽ പിടിക്കുന്നത് ഇവിടെ ഇങ്ങനെയാണ് പിടിക്കുന്നത്. അത് ശ്രദ്ധിച്ച് കാണാം. അവർ നല്ല തടി, അതിൻ്റെ അർത്ഥം തന്നെ ഇങ്ങനെ പിടിച്ചു ആ സമയത്ത് പടൽ വേദന ഉണ്ടാകത്തില്ലേ? ആ സമയം എന്തിനായിരിക്കും അങ്ങനെ ബലമായിട്ട് പിടിച്ചത്? ഇവിടെ ചെറുതായിട്ട് റെഡി കിട്ടിയാൽ മതി. ഇവിടെ ഒത്തിരി ബലം കൂടുതലായിട്ടൊരു ഫോഴ്സ് വന്നാൽ എൻ്റെ മെഡില്ല ബ്ലങ് രണ്ട് പേരുണ്ട്, അവിടെ അഴിച്ചു കഴിഞ്ഞാൽ ആൾ വീഴും ചിലപ്പോൾ. അങ്ങനത്തെ എന്തെങ്കിലും ദുരുദ്ദേശം ആർക്കെങ്കിലും ഉണ്ടായിരുന്നു. ഷംസീറാണ് അവിടെ നിൽക്കുന്നത്, എല്ലാം തയ്യാറെടുത്ത് നിൽക്കുന്ന താഴത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുക ഇങ്ങോട്ട് പോരാനായിട്ട്. എല്ലാം കംപ്ലീറ്റ് പ്ലാന്റാണ്. ഉടനെ മുഖ്യമന്ത്രി വരുന്നു, മുഖ്യമന്ത്രിക്ക് വരാവുന്ന സ്ഥലം ഷംസീർ ഓടിയെത്തുന്നു, ആശുപത്രിയിലേക്ക് മാറ്റണം എന്ന് പറയുന്നു. ഇതെല്ലാം ഷംസീറായി തന്നെ. അപ്പോൾ അതിനകത്ത് എന്താ നമ്മൾ അസസ് ചെയ്യേണ്ടത്? എന്താ KSUക്കാർ ഇവരെ തൊട്ടിട്ടില്ലെന്ന് പറയും. അതിന് നിലവിൽ തെളിവ് അനുസരിച്ചിട്ട് റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ പോലും പറയുന്നു വിഷ്വൽസ് ഇല്ല. ഈ വിഷ്വൽസ് ഉണ്ടാകണം. വിഷ്വൽസ് ഇല്ല എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ സെക്രട്ടറി വന്നിട്ട് പറയുന്നത് കഴുത്ത് പിടിച്ച് ഞെരിച്ചു. അത് ആരെ കാണിക്കുന്നത്? കഴുത്തെ പിടിച്ചിരിക്കുന്ന ഞാൻ കണ്ടതിനകത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥ പിടിച്ച് മാറ്റുന്നുണ്ട് ഇങ്ങനെ. അതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഇവർക്ക് ആ ധൈര്യം കിട്ടുന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി സെക്രട്ടറിക്ക് ഒരു തെളിവിന്റെ അടിസ്ഥാനവും കണിക പോലും ഇല്ലാതെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു എന്ന് പറയാനുള്ള പറയാനുള്ള ധൈര്യം കേരളത്തിന്റെ പ്രബുദ്ധ കേരളത്തിന്റെ മുമ്പാകെ വന്നിട്ട് പറയാനുള്ള ധൈര്യം കിട്ടുന്നുണ്ടെങ്കിൽ ഇവര് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു കേരളത്തിലെ ജനങ്ങൾ പമ്പര വിഡ്ഢികളാണ്. അല്ല, പമ്പര വിഡ്ഢികളാണ്. തങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്ന വലിയൊരു ജനക്കൂട്ടമുണ്ട് എന്ന ബോധ്യം അവർക്കുണ്ട്. അപ്പോ അവർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവരോടന വടിയും കൂട്ടുകൂടിയായിട്ട് വഴിയിലേക്ക് ഇറങ്ങിയില്ലേ? DYFI SFI എല്ലാം ഇറങ്ങില്ലേ വഴിയിലേക്ക്? വീണാ ജോർജിന് എന്താ സംഭവിച്ചിരിക്കുന്നു? അല്ലെ വീണാ ജോർജിനെ KSUക്കാർ കൊല്ലാൻ നോക്കി. അപ്പോൾ അത് ഏതെങ്കിലും അവർക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ, ആ ട്രെയിനിൻ്റെ മുമ്പിലേക്ക് തള്ളിയിടുകയോ അല്ലോ ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അറിയാത്ത ബഹളത്തിനിടയ്ക്ക് ട്രെയിൻ വന്നാൽ ട്രെയിനൊന്നും നോക്കിയില്ല ഇല്ലേ? പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ ഏതൊരു സന്ദർഭത്തിലും. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ അവരെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇതുവരെ പുറത്തിറക്കിയിട്ടുണ്ടോ? വീണാ ജോർജിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഒരു VIP ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. പക്ഷെ അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ 1 മണിക്കൂറോ അല്ലെ 2 മണിക്കൂർ ഇടവിട്ട് അവരുടെ കണ്ടീഷനെ കുറിച്ചുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരേണ്ടതാണ്. ഇതുവരെ വന്നിട്ടില്ല. ഇനി അവിടെ പല പ്രശ്നങ്ങളുണ്ടാകും. പ്രഷർ കൂടാം, ഹാർട്ട് അറ്റാക്ക് വരാം, പലത്. ഇതെല്ലാം പറഞ്ഞ് വേണം വീണാ ജോർജിന് എന്താ സംഭവിക്കാൻ പോകുന്നത് ഉത്കണ്ഠയോടെ തന്നെ നമ്മൾ കാത്തിരിക്കണം. എന്തോ സംഭവിക്കാം. എന്തായാലും കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് ഇന്ന് നമുക്കുള്ളത് എന്നത് വളരെ കൃത്യതയോട് കൂടിയിട്ട് പറയാൻ വേണ്ടി സാധിക്കും. ശരിക്കും ഞെട്ടിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ മോഹൻലാലുമായിട്ടുള്ള പിണറായി വിജയന്റെ ഒരു ഇന്റർവ്യൂ വന്നു. നമ്മൾ സ്വാഭാവികം ഇപ്പൊ ഒരു CPM പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു CPMന്റെ പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിൽ പ്രതികരിക്കുന്ന രീതി വേറെയായിരുന്നു. എങ്ങനെയാണ് VD സതീശൻ പറഞ്ഞത്? നമ്മൾ ഇതിനെ പുച്ഛിക്കാനേ പോകുന്നില്ല, നടത്തട്ടെ, മോഹൻലാലുമായിട്ട് ഇന്റർവ്യൂ നടത്തട്ടെ. നേരത്തെ ഉമ്മൻചാണ്ടിയുമായിട്ടും ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടല്ലോ മോഹൻലാൽ. അതിന് ഇട്ടിരുന്ന പേരാണ് ഇരുവർ. ആ അതേ പേരാണ് ഇപ്പം കൊടുത്തിരിക്കുന്നത്. ആ പേരൊന്ന് മാറ്റണം എന്നുള്ള അഭിപ്രായം മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആക്ഷേപിക്കാനോ പുച്ഛിക്കാനോ ഏതെങ്കിലും രീതിയിലുള്ള PR തന്ത്രമാണെന്ന് പറഞ്ഞ് കളിയാക്കാനോ, അതാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ഇവിടെ ഒരു പാർട്ടി സെക്രട്ടറി വന്നിട്ട് പറയുന്നത് കഴുത്ത് പിടിച്ച് ഞെരിച്ചു. എന്താണിത്? കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പമ്പര വിഡ്ഢികളാണെന്നാണോ MV ഗോവിന്ദൻ മാഷ് അവിടെ വേറെ സംശയങ്ങളുണ്ട്. കഴുത്ത് പിടിച്ച് ഞെരിച്ചു, ആ രീതിയിലൊരു അപകടം ഉണ്ടാകുമെന്ന് ഗോവിന്ദൻ മാഷ് മുൻകൂട്ടി അറിയായിരുന്നു. കഴുത്തിന് ആ പ്രശ്നം ഉണ്ടാകുമെന്ന് ഗോവിന്ദന്മാർ കഴുത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലേ? കഴുത്തിന് പിടിച്ച് ഞെരിച്ചു എന്ന് പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, TV കണ്ടത് മാത്രമേ ഉള്ളൂ. അങ്ങേർക്ക് എവിടുന്ന് ആ ഇൻഫർമേഷൻ കിട്ടും? അപ്പോൾ അങ്ങേർക്ക് നേരിട്ട് അറിയാമായിരുന്നു വീണാ ജോർജിന്റെ കഴുത്തിന് പ്രശ്നം പറ്റാൻ പോകാന്നവർ അങ്ങനെ അറിഞ്ഞു. അതെ, സംഭവം നടന്നിട്ട് ഒരു വനിതാ മന്ത്രിയെ കയ്യേറ്റം ചെയ്ത് കടന്നാക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കുക എന്നത് ഒരു അപൂർവ സംഭവമാണെന്നാണ് MV ഗോവിന്ദ മാഷെ കൂട്ടിയാണ് അദ്ദേഹം പറഞ്ഞത്. മന്ത്രിയല്ലേ, മുഖ്യമന്ത്രി അല്ലേ? കേരള നിയമസഭയുടെ കറുത്ത ദിനം എന്നറിയപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഏതാണെന്നറിയോ? ബജറ്റ് അവതരണ ദിവസം. എന്ത് പ്രതിഷേധ രീതിയാണ് അവിടെ നടന്നത്? ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ, EP ജയരാജന്റെ നേതൃത്വത്തിൽ, KM മാണിക്കെതിരെ ആയിരുന്നല്ലോ പ്രതിഷേധം. എന്ത് പ്രതിഷേധമാണെന്ന് അവിടെ നടന്നത്? കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം ദിവസം. ഫോണ് എടുത്തെറിയുക, കമ്പ്യൂട്ടർ എടുത്ത് പൊട്ടിക്കുക, കസേര എടുത്തിട്ട് വരിക. ജനങ്ങളുടെ ഫണ്ട് കൊണ്ട് വാങ്ങിച്ച സാധനങ്ങളാണ്. ഇതാണോ പ്രതിഷേധ രീതി?
ഇങ്ങനെയുള്ള പ്രതിഷേധ മാർഗങ്ങള് കേരളത്തിൽ ഒന്നല്ല പലത് പല സ്ഥലങ്ങളിൽ പല കാലങ്ങളിൽ നടത്തിയിട്ടുള്ള കേരളത്തിന് പരിചയപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ് വന്ന് പറയുന്നത് ഈ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ചെറിയ പ്രതിഷേധത്തെ ഹീന രാഷ്ട്രീയം, ഹീന പ്രതിഷേധം എന്ന്. ഇത് ഞാൻ താങ്കളോട് ചോദ്യം ഇടയ്ക്ക് ചോദിക്കേണ്ടായിരുന്നു, മറന്നുപോയതാ. താങ്കൾക്ക് വീണ ജോർജിനെ ആ കട്ടിൽ കിടക്കുന്ന കണ്ടപ്പോൾ എല്ലാ സംവീരത്തിലും കിടക്കുന്ന താങ്കൾക്ക് എന്നാ തോന്നി? തൻ്റെ ഒരു അനുഭവം വെച്ചു. വീണ ജോർജ് ഇങ്ങനെ കട്ടിൽ മലന്ന് കിടപ്പുണ്ട്, പിണറായി വിജയൻ മുമ്പ് ഇങ്ങനെ നിൽപ്പുണ്ട്, എന്നാ തോന്നിയ? തോന്നിയത് AI ചിത്രമാണോ എന്ന് തോന്നി. വീണ ജോർജ് അങ്ങനെ അല്ല, ആലോചിക്കണം, നമ്മുടെ വ്യക്തിപരമായ അനുഭവം. ഞാനും നിങ്ങളും ടാക്സ് കൊടുത്ത് അല്ലെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് തരാൻ വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന ആശുപത്രിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റും വീണ ജോർജിന് ഒരു ഉറുമ്പ് കടിച്ചു എന്ന് പറഞ്ഞ് കൊണ്ടിയിലുമ്പോൾ കിട്ടുന്ന ട്രീറ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? അതാണ് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞത്. അതാ പറഞ്ഞ അനുഭവം മാത്രമല്ല, എന്നാൽ ഫീലിംഗ് എന്നാണ് എൻ്റെ അനുഭവമല്ല. അവിടെ തൻ്റെ മനസ്സിൽ ഒരു അമർഷം ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഇത് എങ്ങനെ ഈ രാജ്യത്ത് എങ്ങനെ നിയമം, നീതി, സംസ്കാരം, ധർമ്മം ഇത് ഒന്നുമില്ല, ഇതില്ലാന്ന് തെളിവല്ലേ? CPM ഭരിക്കുമ്പോൾ അവർ പറയുന്ന ധർമ്മം, അവർ ചെയ്യുന്ന നീതി, അവരെന്ത് വൃത്തികേട് ചെയ്താലും അതെല്ലാം ശരി. അതിനനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ കോളേജ് പ്രൊഫസർമാർ തൊട്ട് വില്ലേജ് ഓഫീസർ തൊട്ട് അംഗൻവാടി ടീച്ചർമാർ വരെ വരും. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇപ്പൊ കട്ടപ്പന കോളേജിന്റെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു. ഗവൺമെന്റ് കോളേജ്, അവിടെയുള്ള കട്ടപ്പനയാണോ നാട്ടകമാണോ? കട്ടപ്പന ഗവൺമെന്റ് കോളേജ്, അവിടെയുള്ള V കണ്ണൻ എന്ന് പറയുന്ന പ്രിൻസിപ്പളിനെ, മുൻ പ്രിൻസിപ്പളിനെ 6 മണിക്കൂറാണ് എന്താണ് പൂട്ടിയിട്ടത്. എന്തിനാ പൂട്ടിയിട്ടത്? ഇവരുള്ള അധാർമിക പ്രവർത്തനം അല്ലെങ്കിൽ ഏതോ ഡിസിപ്ലിനറി ആക്ഷൻ ഈ SFI പ്രവർത്തകർക്കെതിരെ എടുത്തു. അതുമന്റെ ഭാഗമായിട്ട് ഇവരെ സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഷൻ റിവോക്ക് ചെയ്യണം, അത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു. ഇങ്ങനെ പലയിടങ്ങളിൽ മഹാരാജാസ് കോളേജിൽ VS ജോയിയെ പൂട്ടിയിട്ടു. കാര്യവട്ടം കോളേജിൽ പ്രിൻസിപ്പളിന്റെ കസേര കത്തിച്ചു മഹാരാഷ്ട്രയിൽ. അതെ, ഇത് ഒരു SFI പ്രവർത്തകർ കാര്യവട്ടം കോളേജിൽ 2022 പ്രിൻസിപ്പളിനെ ഏതാണ്ട് 2 മണിക്കൂറോളം പൂട്ടിയിട്ടു. എന്തിനായിരുന്നു? ഒരു SFI പ്രവർത്തകന് അഡ്മിഷൻ കൊടുത്തില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഇങ്ങനെയുള്ള അതിഹീനമായിട്ടുള്ള രാഷ്ട്രീയ മാർഗങ്ങൾ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനവും പാർട്ടിയൊക്കെ ഉള്ളൊരു നാട്ടിലാണ് KSU പ്രവർത്തകർ ചെയ്തത് ഹീന രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതിൻ്റെ മറുപടി, കേരളത്തിൻ്റെ മനസാക്ഷി പറയുന്ന മറുപടി യാദർച്ഛയായി കണ്ട ഒരു YouTube പോസ്റ്റിലൂടെ ഒന്ന് കോട്ട് കൊണ്ട് പറയാം. ഭഗവാനെ, ആ ആശുപത്രിയിൽ വെച്ച് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് ഇവർക്ക് വയറിലൊരു സർജറി വേണ്ടി വരികയും തിരിച്ചു പോകാൻ നേരത്തെ കത്രിക എടുക്കാൻ മറന്ന് ഒരവസ്ഥ ഉണ്ടാകണേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജനം ആഗ്രഹിക്കുന്നതാണ്. എന്തിനായിരുന്നു ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച കോവിഡ് റാണി എന്ന് ഇവർ തന്നെ വിശേഷിപ്പിച്ച ശൈലജയെ മാറ്റി ഇവരെ കൊണ്ടുവന്നത്? വീണ ജോർജിനെ ആരോഗ്യമന്ത്രിയായിട്ട് കൊണ്ടുവന്നു. എന്തായിരുന്നു ഉദ്ദേശം? വീണ ജോർജിന് സ്വകാര്യ മെഡിക്കൽ കോളേജുകളായിട്ട് ബന്ധമുണ്ടോ? അതോ പിണറായി വിജയൻ പറയുന്ന എല്ലാ വൃത്തികേടുകൾക്കും ക്യാപ്റ്റൻ താഴെയുള്ള പട്ടാള ഉദ്യോഗസ്ഥന്മാരോട് പറയുന്ന പോലെ അനുസരിക്കാൻ, കേൾക്കാൻ, ബോധ്യപ്പെട്ട് അനുസരിക്കുകയല്ല, അന്ധമായിട്ട് അനുസരിക്കാൻ പറ്റുന്ന ഒരു മന്ത്രിയെ തേടി നടന്നു. ആരോഗ്യവകുപ്പ് കൊള്ളയുടെ കേന്ദ്രമാണ്, ആരും ചോദ്യം ചെയ്യല. കാരണം മരുന്നിൻ്റെ പ്രശ്നമാണ്, ജീവൻ്റെ പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് അവിടെ നിന്ന് നടത്താൻ പോകുന്ന കൊള്ള വളരെ പവിത്രമായിരിക്കും, സ്വസ്ഥമായിട്ട് അത് തന്നെ ശബരിമലയെ പരീക്ഷിച്ച് പവിത്രമായ സ്ഥലം ആരും ശ്രദ്ധിക്കുകയെന്ന് വിചാരിച്ചാണ് ചെയ്തത്. പക്ഷേ വളത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞുപോയി. അത് തന്നെയാണ് വീണ ജോർജിനെ ആരോഗ്യവകുപ്പിൽ വെച്ചിരിക്കുന്നത്. ജലീലിനെ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് കൊണ്ടുവന്നില്ലേ? കാരണം ഇവർക്ക് അടിമകളെയാണ് വേണ്ടേ. അടിമകൾ അവരെ മാത്രം മതി. വീണ ജോർജ് ഒന്നാം തരം അടിമയാണ്. ബിന്ദു ടീച്ചർ പോലും അത്രയാണെന്ന് തോന്നുന്നില്ല. കുറേയൊക്കെ ഡെഫിൻ്റെ കുറച്ചൊക്കെ കാര്യങ്ങൾ പറയും. ഇല്ലാണ്ട് ഏതെങ്കിലും ഒരാൾക്കൊക്കെ വന്നിട്ട് കഴുത്ത് പിടിച്ച് ഞെരിച്ചു എന്നൊക്കെ പറയാനുള്ള ധൈര്യം, ആ ധൈര്യം ഉണ്ടെങ്കിൽ, ഇവർ പറയുന്നു ഇത് പ്രബുദ്ധ കേരളമാണ്, ഭയങ്കരമായ വിദ്യാഭ്യാസ യോഗ്യതയുള്ള നാടാണ്, അങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിൽ വന്നിട്ടാണ് കഴുത്ത് പിടിച്ച് ഞെരിച്ചു എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? കേരളത്തിലെ ജനങ്ങൾ തങ്ങൾ പറയുന്ന വിശ്വസിക്കുന്ന പമ്പര വിഡ്ഢികളാണ് എന്നുള്ള നല്ല ബോധ്യമുണ്ട്. വിഡ്ഢി കൂഷ്മാണ്ടെന്നോട് ചേർക്കായിരിക്കും കുറെ കൂടെ നല്ലത്. അത്രയ്ക്ക് ഒരു കഴുതകളാണ് കേരളത്തിലെ ജനങ്ങൾ. വിവേചനശക്തി നഷ്ടപ്പെട്ട്, ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട്, പ്രതികരിക്കാനുള്ള നിർജീവമാണ്. പ്രതികരിക്കാനുള്ള പിണറായി വിജയൻ പറയുന്നവരാണ് മുദ്രാവാക്യം വിളിക്കുകയില്ല. ഇപ്പോൾ വീണ ജോർജിൻ്റെ പ്രതിഷേധിക്കാൻ വന്ന ഗോവിന്ദനും പിണറായി വിജയനും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ വഴിയൊന്നുമില്ല. അല്ലെങ്കിൽ വഴിയല്ല, അല്ലെങ്കിൽ പലരും
തെറ്റെന്ന് ചെയ്യും. എന്തിനാണ് മറ്റേ അങ്ങേരുടെ വിജയമാഷ്ട മകൻ്റെ വീട്ടിൽ നിന്ന് റീത്ത് വയ്ക്കാൻ പോയത്? ആ മനസാക്ഷിയാണ് ഇവർക്ക്. ഇവർ വയ്ക്കുമ്പോൾ കുഴപ്പമില്ല. ആ രീതിയിൽ ജനങ്ങളെ രണ്ടായി അല്ലെ മൂന്നായി തമ്മിലടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ അത് ഉദ്ദേശം ഒറ്റ കാര്യമുള്ളൂ, വീണ ജോർജിനെ പൂർണ്ണ രക്തസാക്ഷിയായിട്ട് കാണാൻ പറ്റില്ല, ഒരു പകുതി രക്തസാക്ഷിയായിട്ട് വധശ്രമത്തെ അതിജീവിച്ച വീണ ജോർജെന്ന് പറയാമല്ലോ അത്യാവശ്യം. ഇവിടെ അതിനു വേണ്ടി മാത്രമുള്ള നാടകം. ഇവിടെ MV ഗോവിന്ദ മാഷ് പറയുന്ന മറ്റൊരു വലിയ കോമഡി കൂടിയിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്നത് ലോകോത്തരമാണ് കേരളത്തിലെ ആരോഗ്യ മേഖല. അതിനെ തകർക്കാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന വിഭാഗം നമ്മുടെ ആശുപത്രികൾ മുഴുവൻ വാങ്ങിക്കൂട്ടുവാണ്. ഇത് കോമഡി ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമേരിക്ക എന്തിനാണ് ഇതിൽ കുറ്റം പറയുന്നത്? ഇവിടെയുള്ള ലോകോത്തരം എന്ന് വിശേഷിപ്പിക്കുന്ന ആരോഗ്യ മേഖല, ആ ആരോഗ്യ മേഖല ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ പോട്ടെ, ഇന്ത്യയിൽ നിരവധിയായിട്ടുള്ള ആശുപത്രികളുണ്ടല്ലോ, സർക്കാർ എയിംസ് അടക്കമുള്ള ഒരുപാട് അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികളുണ്ട്. അവിടെ ഒന്നും പോയി ചികിത്സിക്കാതെ അമേരിക്കയിൽ തന്നെ പോയിട്ട്, അതും 1, 2, 3 വട്ടം പല തവണ പോയിട്ട് ചികിത്സിക്കുന്ന മുഖ്യമന്ത്രി ഉള്ള ഒരു നാടാണിത്. ചികിത്സിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല, ചികിത്സിച്ചോട്ടെ. പക്ഷേ അമേരിക്കയുടെ കുറ്റം പറയും. ഗോവിന്ദൻ ആരുടെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലോചിച്ച്. അത് ആർക്കിട്ടുള്ള കുത്താണ്, പുറകിൽ നിന്നുള്ള കുത്ത് ആർക്കിട്ടുള്ള, പള്ളിക്ക് ഇവിടുത്തല്ല കുത്ത്. പിണറായി വിജയനല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് മയോ ക്ലിനിക്കിൽ പോയി. മാത്രമല്ല ഒരു കാര്യം കൂടെ, ആ വിഷയം ചർച്ചയിൽ സജീവമായിട്ട് കൊണ്ടുവന്നെന്തിനാണ് ഇപ്പോൾ പോകുന്നത്? സജീവമായിട്ട് കൊണ്ടുവരേണ്ട വല്ല ആവശ്യമുണ്ടോ? ഉള്ളി പാരപണിയുന്നതാണ്. അത് തന്നെ. അത് ഇപ്പം വീണ ജോർജിനെ പോലീസുകാർ പിടിച്ചു, അല്ലെങ്കിൽ അതുപോലെ പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ വളഞ്ഞിട്ട് ആക്രമിക്കുക ചെയ്യുന്നത്. പിന്നെ പിണറായി വിജയൻ ഇപ്പോൾ എല്ലാം വരും ചർച്ച. പിണറായി വിജയൻ അമേരിക്കയിൽ പോയിട്ട് വെറുതെ ഇങ്ങനെ പോലുമില്ല, എപ്പോൾ അമേരിക്കയിൽ പോയാലും തിരിച്ചു വരുന്നവർക്ക് ദുബായ് ഗൾഫിലൊക്കെ കറങ്ങിയിട്ട് കൂടി ഒരു എന്തിനാണ് പോകുന്നത്? അതൊക്കെ ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്, സംശയാസ്പദത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് തൻ്റെ ആരോഗ്യം സുരക്ഷിതമായിട്ട്, അല്ലെങ്കിൽ തൻ്റെ ജീവൻ സുരക്ഷിതമായിട്ട് സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ തനിക്ക് നല്ല ചികിത്സ ലഭിക്കാൻ കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഒരു ആശുപത്രികളും ഇല്ല എന്നാണ് കരുതുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അമേരിക്കയിൽ പോകുന്നത്. അവിടെ പോയാൽ നല്ലൊരു ഇരുമ്പ് കസേര കൂടെ കിട്ടിയിരിക്കുക. സാധാരണ ജനങ്ങൾ ഇതുപോലുള്ള ആശുപത്രികളിലൊക്കെ പോയിട്ട് നരകിച്ച് മരണപ്പെടുകയോ എന്ത് ഭണ്ഡാരമെങ്കിലും അടങ്ങട്ടെ എന്നാണ് ഇവരൊക്കെ വിചാരിക്കുന്നത്. അതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഈ വന്ധ്യംകരണ ശസ്ത്രക്രിയ കോളേജ് ലെവലിൽ ഇപ്പോൾ തുടങ്ങുന്നുണ്ട്. പ്രതികരിക്കാനുള്ള മറ്റെല്ലാ കപ്പാസിറ്റി കഴിഞ്ഞ് കേരളത്തിൻ്റെ യുവജനങ്ങളെ വന്ധ്യംകരിച്ചതിൻ്റെ മെയിൻ പ്രധാനപ്പെട്ട സംഘടന SFIയും DYFIയാണ്. അവരുടെ പിന്തുണക്കാരാണ് ഇപ്പോൾ ഇങ്ങനെ വരുന്നത്. കേരളത്തിലെ ചെറുപ്പക്കാരെ വന്ധ്യംകരിച്ച ആരെന്ന് വെച്ചാൽ അവരാണ്. അവർക്ക് അറിയാവുന്ന മുദ്രാവാക്യം വിളിക്കാൻ, ആര് പറഞ്ഞാൽ മുദ്രാവാക്യം വിളിക്കാൻ? പിണറായി പറയണം. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ അപഹാസ്യനാവരുത് കേരള സമൂഹത്തിന് മുമ്പാകെ. ഒരു അപേക്ഷയാണിത്. എന്തിനാണ് ഇങ്ങനെ അപഹാസ്യനാവുന്നത്? കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഒന്ന് വായിക്കാം. ആരോഗ്യ മന്ത്രി വീണ ജോർജിനെതിരെ കണ്ണൂരിലുണ്ടായ KSU ആക്രമണം കോൺഗ്രസിന്റെ ഹീന രാഷ്ട്രീയമാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ആരോഗ്യമന്ത്രിയെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചത്. എന്താണ് തെളിവ്? വേണ്ട. പരിക്കേൽപ്പിച്ചതിന്റെ തെളിവ് എവിടെയാണ്? ഒരു ദിവസത്തേക്ക് റിപ്പോർട്ടർ TVയിൽ അരുൺകുമാർ പോലും പറയുന്നു ഇതുവരെ തെളിവില്ല. ഇതുവരെ തെളിവില്ല. ഹീന രാഷ്ട്രീയം പ്രയോഗിച്ചത് കോൺഗ്രസിന്റെ ഹീന രാഷ്ട്രീയമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെയാണെങ്കിൽ അത് ആദ്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പാകെ കാണിച്ചുകൊണ്ടേയിരുന്നത് ഇതാണ് രാഷ്ട്രീയം, അക്രമ സ്വഭാവത്തിലുള്ളതായിരിക്കണം രാഷ്ട്രീയം എന്ന് പഠിപ്പിച്ചത് നിങ്ങൾ തന്നെയാണ് അത് പഠിപ്പിച്ച പ്രാവർത്തികമാക്കുന്നത് അവർ തന്നെ. എന്നിട്ട് നിങ്ങൾക്ക് നേരെ ഇപ്പൊ അത് തിരിഞ്ഞു കുത്തുമ്പോൾ പ്രശ്നമാവുന്നു എന്ന് പറയുന്നത് ചികിത്സിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അല്ല, നമ്മളെപ്പോലെ തന്നെ സെനിലിറ്റി പിണറായി വിജയനെ ബാധിച്ചു തുടങ്ങി. അത് ഓർമ്മശക്തി കുറവ് അങ്ങനെ കൊണ്ട് അങ്ങനെ ഇതുപോലെ മറ്റാരോ പറയുന്നതിൻ്റെ ഇതിങ്ങനെ ചാടുന്നയാളാണ്. മിസ് ശ്രീ എം എന്ന് പറഞ്ഞ ആളുണ്ട്. അങ്ങനെ 2-3 പേരുണ്ട്. ശക്തിധരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ കളിയിൽ നടക്കുന്നതെന്നുള്ള രാഷ്ട്രീയത്തിൽ. പിണറായി വിജയൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ അവസാനമായിട്ട് ചോദിക്കുന്നതാണ്, വീണ ജോർജ് കൊല്ലപ്പെടുമോ? കാരണം അതിശക്തമാണ് നിലവിൽ. ഇപ്പൊ ഈ നാടകം കൂടി പൊളിഞ്ഞിരിക്കുകയാണ്. ഇത് നല്ല ഗംഭീരമായിട്ട് പൊളിഞ്ഞിരിക്കുകയാണ്. കംപ്ലീറ്റ് സ്കോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി UDFന് കൊടുത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു വലിയ അവസരം UDFന് വീണ്ടും പിണറായി വിജയൻ മുഖേന ലഭിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത കൂടി അറിയിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ
ഇനിയിപ്പോ എന്താണ് വഴി? അധികാരത്തിൽ വരണം, എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണം. താങ്കളുടെ ചോദ്യം ഒരു സസ്പെൻസിൽ, ഉത്തരം അതിൻ്റെ സസ്പെൻസിൽ നടത്താം. പോലീസ് ഈ 5 പിള്ളേരെ, വീണ ജോർജിൻ്റെ അടുത്ത് പോലും പോകാത്ത 5 പിള്ളേർക്കെതിരായിട്ട് ചാർജ് ചെയ്തിരിക്കുന്ന വധശ്രമം. ആ കേസ്, ആ വധശ്രമം എങ്ങനെ അവിടെ ചാർജ് ചെയ്തു? ഈ പിള്ളേരാണോ വധിക്കാൻ ശ്രമിച്ചത്? വധശ്രമം ഉണ്ടോ അവിടെ, അത് സമ്മതിച്ചു. പിള്ളേരാണോ വധിക്കാൻ ശ്രമിച്ചത്, അതോ മറ്റാരെങ്കിലും ആണോ എന്നുള്ളത് അന്വേഷണത്തിൽ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും വീണ ജോർജിന് എന്തെങ്കിലും സംഭവിക്കില്ല. വധശ്രമം ചാർജ് 5 പിള്ളേർ, അവരാ പിള്ളേർ അടുത്ത് പോലും എത്തിയിട്ടില്ല. വരെ വീണ ജോർജിന് എന്തെങ്കിലും സംഭവിച്ചാൽ, ആ വധശ്രമം ഞാൻ പറയട്ടെ, എന്തെങ്കിലും സംഭവിച്ചെന്ന് വിചാരിക്കുക, സപ്പോസ് ചെയ്യുക, വെറുതെ എന്ന് വിചാരിക്കുക, ഇവർ വീണ്ടും അധികാരത്തിൽ വരുമോ? ഇല്ല, ഇവരുടെ മണ്ടത്തരം ജനം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അവരുടെ തെറ്റിദ്ധാരണ, അങ്ങനെ വരാമെന്നുള്ളത്. പക്ഷെ വരികയില്ല. ഇവരെത്ര MVR എടുത്തിട്ട് വഴിയിലിട്ട് അടിച്ചതല്ലേ. MVR നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. എന്നിട്ടാണ് സമാധാനപരമായ പ്രതിഷേധം അവതരിപ്പിക്കുന്നത് പിണറായി വിജയൻ. പുതിയ നാടകം.